Hello students, in this session we are discussing the first chapter of our chemistry, the solid state. നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് പാഠം തുടങ്ങുകയാണ്. ഈ ഒരു പാഠത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. തിയറിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിക്കുകയും സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യുകയും മാത്രമാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് ഔട്ട്കം എന്ന് പറയുന്നത്. വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകാനുണ്ട്. പുതിയതായിട്ട് നിങ്ങൾ കുറേ ടേമുകൾ കേൾക്കും, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു പാഠത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാഠത്തിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പാഠത്തിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും നമുക്ക് ഫോക്കസ് ഏരിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഒഴികെ അതർ ടോപ്പിക്ക് എന്നുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും ആഡ് ചെയ്ത് എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കുകയും നോട്ട് എഴുതിയിട്ട് പഠിക്കുകയും ചെയ്യുക. നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഖരം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവസ്ഥ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഖരാവസ്ഥ. ഒരു കെമിസ്ട്രിയിൽ മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പദാർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്ററിൻ്റെ പലതരത്തിലുള്ള അവസ്ഥകളാണ്. ഒന്ന് സോളിഡ്, അടുത്തത് ലിക്വിഡ്, നെക്സ്റ്റ് ഗ്യാസ്. നമ്മൾ പറയും സോളിഡിൻ്റെ അവസ്ഥക്ക് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡിൻ്റെ അവസ്ഥക്ക് ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് ആയിട്ടുള്ള മാറ്ററുകളുടെ അവസ്ഥക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒരു സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾ പറയും കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയും. ഈ ഒരു കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് വളരെ അടുത്തായിരിക്കും സോളിഡ്സിൽ ഉണ്ടാവുക. ലിക്വിഡ്സിലാണെങ്കിലോ കുറച്ച് അകലെ ആയിരിക്കും ലിക്വിഡ്സിൽ അവൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഇട്ടിട്ടാണ് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ലിക്വിഡ്സിൽ ഉണ്ടാവുക. ഗ്യാഷ്യസിലാണെങ്കിലോ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്, അതായത് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ആറ്റംസിനെയോ മോളിക്യൂൾസിനെയോ ഒക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുക. സോ അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ വളരെ അകലെ ആയിരിക്കും ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. നമ്മൾക്ക് ഇൻ ഡീപ്പായിട്ട് ഈ പറഞ്ഞിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഒരു മാറ്റർ, കെമിസ്ട്രിയിലുള്ള ഏതെങ്കിലും മാറ്റർ ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റിലാവാം. ഇനിയും സ്റ്റേറ്റ്, മോൾട്ടൺ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള 3 സ്റ്റേറ്റുകളാണ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സോളിഡ് സ്റ്റേറ്റിന് ഇൻ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളതും പഠിക്കാനുള്ളതും. ഓരോ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസും അതിനെ നമ്മൾ ആ ഓരോ സോളിഡിനെ സൂം ചെയ്തിട്ട് ഇൻറ്റേർണൽ ആയിട്ട് എന്തോരം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കും. സോ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് വളരെ സിമ്പിളാണ്. അതിൻ്റെ ശേഷമുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പഠിക്കേണ്ട നമുക്ക് ടോപ്പിക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ക്യാരക്ടറാണ് ഒരു സോളിഡ് സ്റ്റേറ്റിന് ജനറൽ ആയിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം, ഷേപ്പ്. സോളിഡിനാ പറയുന്ന ഒരു സോളിഡിന് എന്തുണ്ടാവും? അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും, ഒരു മാസ് ഉണ്ടാവും, ഒരു വോളിയം ഉണ്ടാവും അല്ലേ? ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരേപോലത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ അതിനൊക്കെ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് കൊണ്ട് പറയുന്നത്. സോ ഈ ഒരു സോളിഡിന് എന്തുണ്ട്? അതിനൊരു ഡെഫിനിറ്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ളൊരു മാസ് ഉണ്ട്, സ്ഥിരമായിട്ടൊരു വോളിയം ഉണ്ട്, സ്ഥിരമായിട്ടൊരു ഷേപ്പ് ഉണ്ട് ഇല്ലേ? സ്ഥിരമായിട്ട് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് തന്നെയല്ല അതിനുള്ളത്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. അടുത്ത പോയിന്റ് രണ്ടാമത്തത്, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട്. അതായത് ഞാൻ ഒരു സോളിഡിൻ്റെ ഇൻ ഡീപ്പായിട്ടുള്ള കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഞാൻ വരച്ച് കാണിച്ചു തന്നു. നോക്കുക, ഇതിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് എടുക്കുന്നത്? വളരെ അടുത്താണ് ഇരിക്കുന്നത്. സോ ഇവർക്കുള്ള ഈ 2 മോളിക്യൂൾസിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഒരു മോളിക്യൂൾ ഇവിടെ ഉണ്ട്, ഇവിടെ വേറൊരു മോളിക്യൂൾ ഉണ്ട്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്താ? അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയാം. അത് വളരെ ഷോർട്ടാണ് അല്ലേ? വളരെ ഷോർട്ടല്ലേ? വളരെ അടുത്തല്ലേ ഇരിക്കുന്നത്? അതാണ് അവരുടെ രണ്ടാമത്തെ ക്യാരക്ടർ. മൂന്നാമത്തത്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആർ സ്ട്രോങ്.
ഇവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അടുത്തിരിക്കുന്ന അവർക്കിടയിലുള്ള ഫോഴ്സ്, അവർ രണ്ടാൾക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, വളരെ അടുത്തല്ലിരിക്കുന്നത്. സോ അവർ തമ്മിലുള്ള ബലം, ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്, അവരുള്ള ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ ഷോർട്ടാണ്. മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. നാലാമത്തത് എന്ന് പറയുന്നത് ദയർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ സോളിഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള ആറ്റംസിനെയോ മോളിക്യൂൾസിനെയോ അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ അയോൺസ് എന്ന് പറയാം. അതിനൊക്കെ കൂടി പറയുന്നതാണ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്. ആ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻ, ക്യാൻ ഓൺലി ഓസിലേറ്റ് അബവ് ദെയർ മീൻ പൊസിഷൻ. അതിനൊക്കെ എന്താണ്, ഒരു ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഫിക്സ്ഡ് പൊസിഷനാണ് ഇവിടെ. ഇതിൽ നിന്ന് എവിടേക്കും ഇത് മൂവ് ചെയ്യൂല. അത് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അത് ആ ഒരു പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഗ്യാസസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ മോളിക്യൂൾസ് മൂവ് ചെയ്തൂടെ. ഇപ്പോൾ നോക്കി, ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. പക്ഷേ സോളിഡിൻ്റെ അവസ്ഥ എന്താണ്, അത് അവിടെ ആ ഒരു പൊസിഷനിൽ മാത്രം ഫിക്സ്ഡ് ആണ്. ആ ഒരു പൊസിഷനിൽ നിന്ന് മാത്രം അതെന്ത് ചെയ്യും, അങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഓസിലേറ്റ് ചെയ്യും എന്നുള്ളത്. സോ നാലാമത്തെ പോയിന്റ് നമ്മളുടെ കഴിഞ്ഞു. അഞ്ചാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. ഇൻകംപ്രസിബിളാ, കംപ്രസ് ചെയ്യാൻ പറ്റൂല. കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ പറ്റുമെന്ന്, ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അമർത്താൻ പറ്റും, ഒരു സോളിഡിനെ പിടിച്ചിട്ട് കംപ്രസ് ചെയ്ത് ചെറുതാക്കാൻ പറ്റൂല. റിജിഡാണ്. റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളതാണ്, കട്ടിയും കനമുള്ളതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റ് ആണ് സോളിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത്. അടുത്ത് നോക്കാനുള്ള ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ തരത്തിലാണ് സോളിഡുകൾ ഉള്ളതെന്ന്. നമ്മളിപ്പോൾ ഒരു സോളിഡിൻ്റെ അവസ്ഥ പറഞ്ഞു, കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ കേസ് പറഞ്ഞു. ഈ സോളിഡിൻ്റെ ക്ലാസിഫൈ ചെയ്തിട്ടാണ്. എല്ലാ സോളിഡിൻ്റെ ഇപ്പോൾ ഇതേപോലെ തന്നെയാണോ പാർട്ടിക്കിൾസൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഏതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓൺ ദി ബേസിസ് ഓഫ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇന്റേണൽ ആയിട്ട് ഈ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു സോളിഡ് ആകുമ്പോൾ അതിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, ന്യൂക്ലിയസ്, അതായത് ഒരു പാർട്ടിക്കിൾസും മോളിക്യൂൾസും അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നമ്മൾ നോക്കുകയാണ്. അങ്ങനെയുള്ള ഓരോ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ, അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണമായിട്ട്. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഒന്നാമത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് സോളിഡ്സിൽ പല തരത്തിലാണുള്ളത്. ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയേ, ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്താണ്, ഇത് ഓർഡറായിട്ട് പക്ക നല്ല ഓർഡറിൽ വെൽ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിലോ ഓർഡർ ഉണ്ടോ? പ്രത്യേകിച്ച് ഓർഡർ, ചില ഏരിയയിൽ ഓർഡർ ഉണ്ട്, ചിലയിൽ ഓർഡർ ഇല്ല. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. സോ ഈ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിക്കാണ്, ക്ലാസിഫൈ ചെയ്തിക്കാണ്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്, ഒന്ന് അമോർഫസ് സോളിഡ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്, വാട്ട് ഡു യു മീൻ ബൈ അമോർഫസ് സോളിഡ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പോകും. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഹാവിങ് ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡറിലുള്ള സോളിഡ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയാം. എന്താണ് ഈ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർട്ടിക്കിൾസ് വെൽ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് റേഞ്ച് ഓർഡർ ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അതിലുള്ള പാർട്ടിക്കിൾസ് എന്താണ്, വെൽ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോളിഡ് ഹാവിങ് ലോങ് റേഞ്ച് ഓർഡർ ആർ കോൾഡ് ക്രിസ്റ്റലൈൻ സോളിഡ്. ലോങ് റേഞ്ച് ഓർഡർ ഉള്ള സോളിഡ്സിനെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയാം. ദീസ് ആർ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഡെഫിനിഷനാണ്, ഓർ ദീസ് ആർ സോളിഡ് ഇൻ വിച്ച് ദി പാർട്ടിക്കിൾ ഹാവിങ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ത്രൂ ദി സോളിഡ്. അതിലുള്ള ആ സോളിഡ്, ഇതൊരു സോളിഡ് വരച്ച് കണ്ടില്ലേ, ഇതിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ വെൽ ഓർഡർ അറേഞ്ച്മെൻറ്റാണ് അല്ലേ, പക്ക ഓർഡർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് എന്ത്, ക്രിസ്റ്റലൈൻ സോളിഡ്. അങ്ങനെ ഓർഡർ അല്ലാത്ത സോളിഡിനെ നമ്മൾ എന്തെന്ന് പറയാം, അമോർഫസ് സോളിഡ് എന്ന് പറയാം. ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എക്സാമ്പിളുകൾ പഠിക്കാണ്ട്, ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൻസി പറഞ്ഞിട്ടുള്ള ഒക്കെ എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എക്സാമ്പിളുകളാണ്. ഈ സോളിഡുകളിലൊക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ അതിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഓരോ പാർട്ടിക്കിൾസും നല്ല ഓർഡർ ആയിട്ട്, വെൽ ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് 4 എക്സാമ്പിളുകളെങ്കിലും പഠിച്ചു വെക്കുക. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ എക്സാമ്പിളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തത് നോക്കാനുള്ളത് അമോർഫസ് സോളിഡാണ്. ഞാൻ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണത്, ലോങ് റേഞ്ച് ഓർഡർ.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പഠിക്കണം. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. എന്താണ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടിക്കിൾസ് എന്തല്ല, വെൽ ഓർഡർ ആയിട്ട് അറേഞ്ച്മെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡിനും അമോർഫസ് സോളിഡും രണ്ട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്താ അമോർഫസ് സോളിഡിൻ്റെ? സോളിഡ് ഹാവിങ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആർ കോൾഡ് അമോർഫസ് സോളിഡ്. ഒരു സോളിഡിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെങ്കിൽ അത് അമോർഫസ് സോളിഡാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് ദീസ് ആർ സോളിഡ് ഇൻ വിച്ച് ദി ഓർഡർഡ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഓൺലി അറ്റ് ദി സം പോർഷൻ ഓഫ് സോളിഡ്. ആ സോളിഡിൻ്റെ ഏതെങ്കിലും ചില ഏരിയയിൽ മാത്രമേ എന്തുള്ളൂ ഒരു ഓർഡർഡ് അറേഞ്ച്മെന്റ് ഉള്ളൂ. എല്ലാ ഏരിയയിലും എന്തല്ല ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഇല്ല. സോ അങ്ങനത്തെ സോളിഡിനെയാണ് നമ്മൾ അമോർഫസ് സോളിഡ് എന്ന് പറയാം. എക്സാമ്പിൾസ് പഠിക്കണം. പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, അമോർഫസ് സിലിക്ക, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമ്പിളുകളും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, അമോർഫസ് സോളിഡ് എന്താ. ഈ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് റേഞ്ച് ഓർഡർ ആയിട്ടുള്ള സോളിഡിനെ നമ്മൾ എന്തെന്ന് പറയുക, ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുക. ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിട്ടുള്ള സോളിഡിനെ അമോർഫസ് സോളിഡ് എന്ന് പറയുക. എക്സാമ്പിൾ പഠിക്കുക, ഈ ഡയഗ്രം ഒന്ന് വരക്കാൻ പഠിക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണെന്നുള്ള നമ്മൾ പറഞ്ഞു. ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഡീപ്പായിട്ടും അമോർഫസ് സോളിഡിൻ്റെ ഡീപ്പായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറയാണ്. എങ്ങനെ ഞാനിത് പറയുന്നത്, ഇതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും അമോർഫസ് സോളിഡിൻ്റെയും ഡിഫറൻസ് വെച്ചിട്ടാണ് അക്കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് റേഞ്ച് ഓർഡറാണ്. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. എന്താണ് അങ്ങനെ പറയുന്നത്, ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞു. ജോമെട്രിക്കൽ ഷേപ്പ്, ആ ഒരു ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ പോയിന്റ് പറയാം. ഇത് ഓർഡർ അറേഞ്ച്മെൻറ്റ് എന്ന് പ്രോപ്പർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ലോങ് റേഞ്ച് ഓർഡറാണ്, അടുത്തത് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. അവൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ അതിനൊരു ജോമെട്രിക്കൽ, ഒരു എന്തൊക്കെ സ്ക്വയറോ അല്ലെങ്കിൽ സർക്കിളോ അങ്ങനത്തെ പോയിട്ടുള്ള അല്ലെങ്കിൽ ട്രയാങ്കിളോ അങ്ങനത്തെ സോളിഡ് ജോമെട്രിക്കൽ ഷേപ്പ് ആ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന് ഉണ്ടാവും. പക്ഷേ അമോർഫസ് സോളിഡിനോ നോ ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്, ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവില്ല. മെൽറ്റിംഗ് പോയിന്റിൻ്റെ കേസ് എന്താണ്, ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതായത് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉരുകി പോവുക, മെൽറ്റായി പോകുന്നതിനെ മെൽറ്റിംഗ് എന്ന് പറയാം. ഒരു സ്പെഷ്യൽ പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, മെൽറ്റ് ആയി പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിലൊരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറയാം. നമ്മൾ വെള്ളം ചൂടാവുമ്പോൾ 100 ഡിഗ്രിയിലാണ് 100 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളം ചൂടാവുക, തിളക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ചൂടാവില്ല, തിളക്കുക എന്ന് പറയുന്നുണ്ട്. ആ 100 ഡിഗ്രി സെൽഷ്യസ് എന്താണ് അതിൻ്റെ ആ തിളക്കുന്നൊരു പോയിന്റ് അല്ലേ, 100 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡിന് മെൽറ്റ് ആവാൻ ഒരു പോയിന്റ്, ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ടാവും. അത്ര മാത്രം നമ്മൾ താപം കൊടുത്താൽ അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, അത് മെൽറ്റായി പോവുള്ളൂ. അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ് ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. പക്ഷേ അമോർഫൽ സോളിഡിനൊരു എന്തില്ല, മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. പല അമോർഫസ് സോളിഡും പലതരം മെൽറ്റിംഗ് പോയിന്റിൽ അത് മെൽറ്റായി പോകും. അപ്പോൾ ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റുള്ള ആർക്കാണ്, ക്രിസ്റ്റലൈൻ സോളിഡിനാണ്. നെക്സ്റ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതേപോലെ തന്നെ ഫ്യൂസായി പോവുക, നമ്മൾ താപം കൊടുത്താൽ ഫ്യൂഷൻ, അതായത് ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഉരുകി ലിക്വിഡ് സ്റ്റേറ്റിക്കോ അതർ സ്റ്റേറ്റിക്കോ മാറാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. അതുപോലെ ഇതിനോട് റിലേറ്റഡ് ആയി മെൽറ്റിംഗ് പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് ക്രിസ്റ്റലൈൻ സോളിഡിന് എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അമോർഫസ് സോളിഡിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല. ഹീറ്റ് കൊടുക്കുമ്പോൾ പല സമയത്ത് അല്ലെങ്കിൽ പല ടെമ്പറേച്ചറിലാവും അത് ഫ്യൂസായി പോവുക. ഫ്യൂസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ആ സോളിഡ് ലിക്വിഡോ ഗ്യാസസോ ആവുന്നതിനെ നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ക്ലീവേജ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഗുലർ ക്ലീവേജ് കിട്ടും അല്ലേ. നമുക്കിതിനെ ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് 2 ഭാഗമാക്കിയിട്ട് മാറ്റാം. നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗം കറക്റ്റ് 2 എന്ത് ചെയ്യുക ഭാഗമാക്കിയിട്ട് റെഗുലർ നല്ലൊരു ക്ലീവേജ് കട്ടിങ് അവിടെ നമുക്ക് കിട്ടും. കട്ട് ചെയ്യുന്ന സമയത്ത് റെഗുലർ ക്ലീവേജ് കിട്ടും. പക്ഷേ അമോർഫസ് സോളിഡ് ഇറഗുലർ ക്ലീവേജ് ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പക്ക ഒരു നല്ല കട്ടിങ്, ഒരു ഇറഗുലർ ആയിട്ടുള്ള കട്ടിങ് അമോർഫസ് സോളിഡിന് പറ്റുള്ളൂ. നേച്ചർ അടുത്ത പോയിന്റ് ആണ്. അടുത്തത് അതിൻ്റെ നേച്ചർ എങ്ങനെയെന്നല്ല. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള അത് ശരിക്കും ഒരു സോളിഡ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുമ്പോൾ അത് മനസ്സിലാവും. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്യൂഡോപോഡിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് സുവോളജിയിൽ. അതായത് പോഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കോമോഷന് യൂസ് ചെയ്യുന്ന സാധനമാണ്. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ ലോക്കോമോഷന് വേണ്ടിയിട്ട് പോലെ അഭിനയിക്കുക, ട്രൂ അല്ല. നമുക്കിത് സോളിഡായി തോന്നുമെങ്കിലും അത് ട്രൂ ആയിട്ടുള്ളൊരു സോളിഡ് അല്ല, സ്യൂഡോ സോളിഡ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ പറയും സ്യൂഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് മൂവ്മെൻ്റ് ഉള്ള സോളിഡ്സ് നമ്മൾ സ്യൂഡോ എന്നൊക്കെ പറയും. സോ ഏത് രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. സ്യൂഡോ സോളിഡ് എന്ന് പറഞ്ഞാൽ പക്കാ ഒരു ട്രൂ സോളിഡ് അല്ല. ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്,
ട്രൂ ആയിട്ടുള്ള സോളിഡാണ്, പക്കാതെ സോളിഡ്. ആ സോളിഡിൻ്റെ ക്യാരക്ടർ മാത്രമേ എന്തുള്ളൂ ഈ ക്രിസ്റ്റലൈൻ സോളിഡ് കാണിക്കുള്ളൂ. പക്ഷേ അമോർഫ സോളിഡ് അങ്ങനെയല്ല, ട്രൂ സോളിഡ് അല്ല, സ്യൂഡോ സോളിഡാണ്. ചിലപ്പോൾ അതെന്ത് ചെയ്യും, ലിക്വിഡിൻ്റെ ഒരു ലിക്വിഡ് മൂവ്മെൻറ്റ് വരെ കാണിക്കും. അതുകൊണ്ട് അത് സോളിഡ് എന്ന് പറഞ്ഞാൽ, സോളിഡ് എന്നാൽ ഒരിക്കലും ലിക്വിഡ് മൂവ്മെൻറ്റ് കാണിക്കാൻ പാടില്ല, മൂവ് ചെയ്യാൻ പാടില്ലല്ലോ, പാർട്ടിക്കിൾസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണ്ടേ. സോ അത് സ്യൂഡോ സോളിഡാണ്, കള്ളത്തരം കാണിക്കണ രീതിയിലുള്ള സോളിഡ് ആയതുകൊണ്ട് സ്യൂഡോ സോളിഡ് എന്ന രീതിയിൽ നമുക്ക് ആ പോയിന്റ് പഠിക്കാം. ലാസ്റ്റ് പോയിന്റ്, ഐസോട്രോപ്പി അനൈസോട്രോപ്പി. ക്രിസ്റ്റലൈൻ സോളിഡ് ഐസോട്രോപ്പിക് ആണോ അനൈസോട്രോപ്പിക് ആണോ എന്ന് പഠിക്കണം. അനൈസോട്രോപ്പിക് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. എന്താണ് അനൈസോട്രോപ്പിക് എന്നുള്ളത് ഞാൻ പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, അനൈസോട്രോപ്പിക് നേച്ചറാണ്. അമോർഫ സോളിഡ് എന്ന് പറയുന്നത് ഐസോട്രോപ്പിക് നേച്ചറാണ്. ഒരു സോളിഡ് ഐസോട്രോപ്പിക് ആണെന്നുള്ള എന്താണെന്നുള്ള പറയാം. ഇപ്പോൾ ഒരു സോളിഡാണിത്, ഐസോട്രോപ്പിക് ആണെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഈ ഡയറക്ഷനിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഈ ഡയറക്ഷനിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ഡയറക്ഷനിലും അവൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ, എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ പ്രോപ്പർട്ടി ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക് കണ്ടക്റ്റൻസ്, അതിനൊക്കെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ ഈ സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ അത് ഐസോട്രോപ്പിക് ആണ്. ഇനിയുള്ള നമ്മളൊരു സോളിഡ് എടുത്തു, ആ സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യാണ്, പല ഡയറക്ഷനിൽ എടുത്തു. പല ഡയറക്ഷനിൽ എടുക്കുന്ന സമയത്ത് അത് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് അനൈസോട്രോപ്പിക് ആണ്. സോ അനൈസോട്രോപ്പി, ഐസോട്രോപ്പി അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും അവൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സോളിഡാണ് അനൈസോട്രോപ്പിക്. സോ ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എന്താണ് ഡിഫറൻസ് ആണ് പ്രോപ്പർട്ടീസ് ഒക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പല ഡയറക്ഷനിലും പലതുമാണ്. സോ ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, അനൈസോട്രോപ്പിക് ആണ്. അമോർഫ സോളിഡ്സിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എല്ലാ ഡയറക്ഷനിലും, ഏത് ഡയറക്ഷനിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് അമോർഫ സോളിഡ് എന്ന് പറയുന്നത് ഐസോട്രോപ്പിക് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോട് ഇനി ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രം ചോദിച്ചാൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു നോട്ട് കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതാം. ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രമാണ് ചോദിക്കണമെങ്കിൽ, അമോർഫ സോളിഡ് മാത്രം ചോദിച്ചാൽ ഇത് മാത്രം എഴുതാം. ഇതിന് ഡിഫറൻസ് ചോദിച്ചാൽ ഇതേപോലെ ടേബിൾ വരച്ചിട്ട് ഇതിലുള്ള എല്ലാ പോയിന്റും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓരോ പോയിന്റും നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പോയിന്റും പഠിച്ചാൽ മാത്രമാണ് ഇതിലെ 4-5 പോയിന്റ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ ഇത് പോയിന്റ് ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഇതേപോലെ പോയിന്റ് എഴുതി മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സോളിഡിനെ കുറിച്ച് മാത്രം ചോദിച്ചാൽ ഇൻ ഡീപ്പായിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. സോളിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ, അതിൻ്റെ ഓർഡർ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ സോളിഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തതാണ്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്. സോ നമുക്ക് പഠിക്കാനുള്ള നമ്മളെ ഈ ഫോക്കസ് ഏരിയയിലുള്ള ആ ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്നുള്ളതാണ്. ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഇതിന് ശേഷം ഇതിനോട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ്, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ സോളിഡിനെ തന്നെയാണ് നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്റ്റലുകൾ എന്ന് പറയാറില്ലേ, സോളിഡുകൾ, അത് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ സോളിഡുകളല്ലേ, കല്ലുകൾ ക്രിസ്റ്റൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. സോ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ ലാറ്റിസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ദി റെഗുലർ 3-dimensional അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ സ്പേസ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്രിസ്റ്റലിലുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ സ്പേസിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അതിലുള്ള ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതൊക്കെ ഓരോന്നും ഇതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസാണ്. ഈ സോളിഡിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് നമ്മൾ സ്പേസിൽ എന്ത് ചെയ്തിക്കുക, കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. ഈ ഒരു ഓരോന്നിനും, അപ്പോൾ ഓരോ ക്രിസ്റ്റലിലുള്ള ആ ഓരോന്നിനും നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് പറയും. സോ അത് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട എന്താണ്, അതിലുള്ള കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ 3-dimensionally അറേഞ്ച് ചെയ്യുക. ഓരോ പാർട്ടിക്കിൾസും 3D ആയിട്ട് ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ അത് സർക്കിൾ ആയിരിക്കും അല്ലേ. ഓരോന്നും നമ്മൾ ഒരു മോളിക്യൂൾസിനെടുത്തു, അടുത്തൊരു മോളിക്യൂൾസിനെടുത്തു, അങ്ങനെ അറേഞ്ച് ചെയ്താൽ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ സ്പേസിൽ അറേഞ്ച് ചെയ്യുന്നതിനെ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയാം. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഈച്ച് പോയിന്റിൻ്റെ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഇതിലുള്ള ഓരോ പോയിന്റിന് നമ്മൾ പറയുന്നതാണ് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്. ഇതൊരു ലാറ്റിസ് പോയിന്റ് ആണ്, ഇതൊരു ലാറ്റിസ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് ആണ്. ലാറ്റിസ് സൈറ്റ് എന്ന് പറയും.
Each point in a crystal lattice represent one constituent particles which may be an atom or molecule or an ion. ഇതിലുള്ള ഇപ്പോൾ ഈ ഓരോ പോയിന്റുകൾ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു ആറ്റം ആവാം, അല്ലെങ്കിൽ ഇതൊരു മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ ഓരോ അയോൺ ആവാം. നമ്മളിപ്പോൾ ഒരു ഇതിനെ വരയ്ക്കുന്ന സമയത്ത് ഇതിലുള്ള പാർട്ടിക്കിൾസ്, ഈ ഓരോ പാർട്ടിക്കിൾസും ഓരോ ആറ്റംസ് ആണെങ്കിൽ ഇതൊക്കെ ഓരോ ആറ്റംസാണ്. അല്ല ഇതിലുള്ള ഓരോ മോളിക്യൂൾസ് നമ്മൾ കാണിക്കുന്നത് അയോൺസ് ആണെങ്കിൽ ഇതെല്ലാം ഓരോ അയോൺസ് ആണ്. അപ്പോൾ ഇത് ഓരോ പാർട്ടിക്കിൾസ് ഈ കാണിച്ചുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്താവാം, ഓരോ അയോൺസോ അല്ലെങ്കിൽ ആറ്റംസോ മോളിക്യൂൾസോ ആവാം. ലാസ്റ്റ് പോയിന്റ്, ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻ ടു ബ്രിങ് ഔട്ട് ജോമെട്രി ഓഫ് ദി ലാറ്റിസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ലാറ്റിസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഈ അറേഞ്ച് ചെയ്തിട്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്താണ്, ഒരു സ്ട്രൈറ്റ് ലൈൻ അറേഞ്ച് ചെയ്ത് അതിനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോമെട്രി നമുക്ക് കിട്ടും. ആ ഒരു ലാറ്റിസിന് നമുക്കൊരു ജോമെട്രി കിട്ടും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട്. സോ ഇത് ഡീപ്പായിട്ട് നമ്മൾ പറയാണ് ഓരോന്നിൻ്റെ ജോമെട്രി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ഒന്നും കൂടെ ക്ലിയർ ആവും. ദർ ആർ 40 പോസിബിൾ 3-dimensional ലാറ്റിസ്. ദീസ് ആർ കോൾഡ് ബ്രവേസ് ലാറ്റിസസ്. നമ്മളിപ്പോൾ പല സോളിഡിൻ്റെ ലാറ്റിസസ് പറയും. അങ്ങനെ ആ സോളിഡിൻ്റെ ലാറ്റിസസിൽ നമുക്ക് 14 പോസിബിൾ 3-dimensional ലാറ്റിസസ് കിട്ടും. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് ഇനിയും ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ക്ലിയർ ആവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിച്ചു വെക്കുക. ഈ ഡീപ്പ് എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ആ ഒരു 14 പോസിബിൾ ഡയമെൻഷൻ ലാറ്റിസസിനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്നതാണ് ബ്രവേസ് ലാറ്റിസസ് എന്ന് പറയും. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് പഠിച്ചു വെക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. അടുത്ത് നോക്കാനുള്ളത് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ടുള്ള ടോപ്പിക്കാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ ഒരു പാഠത്തിൽ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ ഡെഫിനിഷനാണ്. യൂണിറ്റ് സെല്ല് ശരിക്കും ഒന്ന് മനസ്സിലായാൽ ബാക്കി ഇനി വരുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിഞ്ഞെന്ന് പറയാം. സോ കൃത്യമായി ശ്രദ്ധിക്കുക. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെല്ല് എന്ന് പറയാം. ഒന്നും കൂടെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് ആയിട്ട് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ക്രിസ്റ്റൽ. നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു. ആ ക്രിസ്റ്റലിൻ്റെ ഒരു ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വലിയ സോളിഡ്, ഈ സോളിഡിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഒരു ബ്രാഞ്ചായിട്ട് അടയാളപ്പെടുത്താം. ഇപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാ? ഇതാണ് ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം അല്ലേ. അങ്ങനെയുള്ള ആ റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു സ്മോളസ്റ്റ് യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്. ഒരു സോളിഡിലുള്ള ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഞാനത് 3D ആയിട്ട് ഒരു കാണിച്ചു തരാം. ഇതാണ് ഒരു സോളിഡ് എന്ന് പറയുന്നത്. ഈ സോളിഡിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത്. ഈ പാർട്ടിക്കിൾസിൽ സ്മോളസ്റ്റ് ആയിട്ട് ഏറ്റവും റിപ്പീറ്റ് ചെയ്യണ യൂണിറ്റ് ഏതാ? ഇതല്ലേ, ഈ ഒരു ക്യൂബല്ലേ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് അതിൻ്റെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സോളിഡ് ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് മാറാം. അതിൻ്റെ കേസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു സോളിഡാണ്, 3-dimensionally ഒരു സോളിഡ് കാണിച്ചാണ് ഇവിടെ. ഈ സോളിഡിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ആണ്, അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് ഈ വരച്ചിട്ടുള്ളത്. സോ ഇവരിങ്ങനെ നമ്മൾ ഒരു സോളിഡ്സ് അങ്ങനെ ഒരു 3-dimensionally എല്ലാ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസും കാണിച്ചാൽ അതിലുള്ള ഏറ്റവും ചെറിയ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. സോ നോക്കിയേ, ഇവനല്ലേ പിന്നെ അടുത്തൊരു യൂണിറ്റ് സെല്ലാണിത്, അടുത്തൊരു യൂണിറ്റ് സെല്ലാണ് ഇവിടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ യൂണിറ്റ് സെല്ല് കൂടി ചേർന്നിട്ടാണ് ഒരു വലിയൊരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ വലിയൊരു സോളിഡ് കിട്ടുന്നത്. സോ പഠിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സോളിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിൻ്റെ ഏറ്റവും ചെറിയ കണിക, ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെല്ല് എന്ന് പറയാം. സോ ആ ഒരു യൂണിറ്റ് സെല്ലിനെ കുറിച്ചാണ് ഡീപ്പായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആ ഒരു യൂണിറ്റ് സെല്ല് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി എഡ്ജ് ലെങ്ത് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി എഡ്ജസ്. ഈ ഒരു യൂണിറ്റ് സെല്ലിനെ അതായത് അതിനെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്, എഡ്ജ് ലെങ്ത്തും അതിൻ്റെ ആംഗിളും. സോ ആ കാര്യം ഞാനൊന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് യൂണിറ്റ് സെൽ എന്താണെന്നുള്ളതാണ്. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു സോളിഡിൻ്റെ സിമ്പിളായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്. നമ്മളിപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലിനെ കുറേ വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവനായിട്ടുള്ളൊരു സോളിഡ് കിട്ടുക അല്ലേ. നോക്കിയേ, ഇവിടെ ഒരു യൂണിറ്റ് സെല്ലുണ്ട്, പിന്നെ ഇവിടെ ഒരു യൂണിറ്റ് സെല്ലുണ്ട്, ഇതിൻ്റെ ബാക്കിൽ വേറെ യൂണിറ്റ് സെല്ലുണ്ട്, അതിൻ്റെ ബാക്കിൽ വേറൊന്ന്, പിന്നെ അതിൻ്റെ താഴെ, ഇങ്ങനെ ഇത് എല്ലാതും താഴെ അടുക്കി വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു വലിയ സോളിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ, ഒരു വലിയ ക്രിസ്റ്റൽ നമുക്ക് കിട്ടുക.
അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, യൂണിറ്റ് സെല്ലുകൾ എന്ത് ചെയ്താൽ മതി, അടുക്കി വെച്ചാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ആ സോളിഡ് കിട്ടുമെന്ന് നമുക്ക് പറയാം. സോ യൂണിറ്റ് സെല്ലിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, ഒരു യൂണിറ്റ് സെല്ല് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ആളെ സ്വഭാവം ക്യാരക്ടർ പറയൂലേ, ഏത് വെച്ചിട്ടാണ് ക്യാരക്ടർ പറയുക, യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടർ പറയുക എഡ്ജ് ലെങ്ത്തും അതിന് ആംഗിളും വെച്ചിട്ടാണ്. ഞാൻ ആ യൂണിറ്റ് സെല്ല് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ് ആ യൂണിറ്റ് സെല്ല് ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ റെഡ് ഭാഗം, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ട് ഇങ്ങോട്ട് വലുതാക്കി വരച്ചിട്ടുണ്ട്. ഇതൊരു ക്യൂബിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലാണ്. ഇത് നമുക്ക് വേറെ യൂണിറ്റ് സെല്ലുകളുണ്ട്, ആ കേസൊക്കെ നമ്മൾ പറയാം. സോ ഈ ക്യൂബിക് ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടർ പറയാണ്, ഏത് വെച്ചാൽ ക്യാരക്ടർ പറയാ, ഈ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, ഇതിൻ്റെ എഡ്ജ് ലെങ്ത്ത് പിന്നെ അവർക്കിടയിലുള്ള ആംഗിൾ, അതുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓരോ യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടർ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എഡ്ജ് ലെങ്ത്ത് മാറിക്കഴിഞ്ഞാൽ ഈ യൂണിറ്റ് സെല്ല് തന്നെ മാറും. അപ്പോൾ അത് വേറെ ക്യാരക്ടറായി കാണിക്കുക. ഇവൻ ആംഗിൾ മാറിക്കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള 3 ആംഗിളുകളുണ്ട്. ആ 3 ആംഗിളുകൾ മാറിയാൽ ഈ യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടർ തന്നെ മാറും. സോ ആ കാര്യങ്ങൾ നമ്മൾ പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 6 പാരാമീറ്റർ. 6 പാരാമീറ്ററുകൾ കൊണ്ടാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടർ നമ്മൾ പറയാറ്. ഏതൊക്കെയാണ് പാരാമീറ്റർ, എ ബി സി ആൽഫ ബീറ്റ ഗാമ. എ ബി സി എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് ലെങ്ത്തുകളാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ. ബീറ്റ എന്ന് പറഞ്ഞാൽ സിക്കും എക്കും ഇടയിലുള്ള ആംഗിൾ. ഗാമ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമ്മൾക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള യൂണിറ്റ് സെല്ലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ക്യൂബിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലാണിത്. ഈ യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്താ, ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ഒന്നുകിൽ ക്യൂബിക് ആവാം, അല്ലെങ്കിൽ ടെട്രാഗണൽ ആവാം, അല്ലെങ്കിൽ ഓർത്തോറോംബിക് ആവാം. ഈ ഷേപ്പിൽ ഏതെങ്കിലും ഒന്നാവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ക്യൂബിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ എണ്ണം വെച്ചാൽ അതിൻ്റെ എന്ത് കിട്ടും, ഒരു വലിയ സോളിഡ് കിട്ടും. ഇതേപോലെ ഈ ടെട്രാഹെഡ്രലായിട്ടുള്ള കുറേ ഇത് നമ്മൾ 3D വെക്കണം, 3 ഡയമെൻഷനലി വെച്ചാൽ അതൊരു വേറെ വലിയ സോളിഡായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനി ഓർത്തോറോംബിക് ആയിട്ടുള്ള ഇതിങ്ങനെ അടുക്കി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അങ്ങനൊരു വലിയ ഒരു സോളിഡ് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെയുള്ള സോളിഡുകൾ എടുത്താൽ ആ സോളിഡിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് നോക്കിയാൽ ഒന്നുകിൽ ക്യൂബിക് ആയിരിക്കും, ഷേപ്പ് ക്യൂബിക് ആയിരിക്കും, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും, അല്ലെങ്കിൽ ഓർത്തോറോംബിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹെക്സാഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ റോംബോഹെഡ്രൽ ആയിരിക്കും, അല്ലെങ്കിൽ മോണോക്ലിനിക് ആയിരിക്കും, അല്ലെങ്കിൽ ട്രൈ ക്ലിനിക് ആയിരിക്കും. സോ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്. സോ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മൾ വീട് പണിക്ക് കല്ലുകൾ ഇറക്കാറുണ്ട്, കല്ലുകൾ പണിക്ക് വേണ്ടിയിട്ട് ഇറക്കും. സോ ഈ കല്ലുകളൊക്കെ നമ്മൾ അടുക്കി വെക്കൂലേ. സോ ചിലപ്പോൾ നമുക്ക് ഏത് രീതിയിലായിരിക്കും, അതൊരു ക്യൂബിക് ആയിട്ടുള്ള ഷേപ്പ് ആണെങ്കിൽ അത് ക്യൂബിക്കായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചതായിരിക്കും. സോ ഒരു കല്ലിന് നമുക്ക് എന്ത് പറയാം, യൂണിറ്റ്സ് അല്ല എന്ന് പറയാം. ഇനി പറയാം, പലതരത്തിലുള്ള കല്ലുകളുണ്ട് അല്ലേ, ഹോളോ ബ്രിക്കുകളുണ്ട്. ഹോളോ ബ്രിക്കുകൾ അടുക്കി വെച്ചാൽ ചിലപ്പം ഏത് ഷേപ്പ് ആകാം, ചില ഓർത്തോറോംബിക് കല്ല് ഷേപ്പ് ആവാം. അങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കല്ലിൽ നിന്ന് വേണമെങ്കിൽ അതിന് യൂണിറ്റ് സെൽ എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത്, ഈ യൂണിറ്റ് സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. നമ്മളൊരു സോളിഡ് എടുത്തിട്ട് ആ സോളിഡിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ക്യൂബിക് ആവാം, അല്ലെങ്കിൽ ടെട്രാഗണൽ ആവാം, ഇതിലേതെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കാം. സോ ഈ ഒരു ക്യൂബിക്ക് വെച്ചാൽ അത് വലിയൊരു ക്രിസ്റ്റൽ, അങ്ങനത്തെ കുറേ ക്യൂബിക്കുകൾ വെച്ചാൽ അതൊരു വലിയ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം കിട്ടും. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ആ ടെട്രാഹെഡ്രൽ വെച്ചിട്ട് അങ്ങനെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടാവും. ഓർത്തോറോംബിക് ആണെങ്കിൽ ഓർത്തോറോംബിക് വെച്ചിട്ട് അങ്ങനെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ആ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ യൂണിറ്റ് സെൽ എന്താന്ന് പറഞ്ഞു, യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് നമ്മൾ യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ. ഒരു വലിയ ബിൽഡിംഗ് ബ്ലോക്ക്, ആ ഒരു വലിയ ക്രിസ്റ്റലിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസിഫിക്കേഷൻ. യൂണിറ്റ് സെല്ല് ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത്. 2 ആയിട്ടാണ് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്, ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, അടുത്തത് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്. യൂണിറ്റ് സെല്ലുകൾ ഒന്ന് പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആവാം, അല്ലെങ്കിൽ അത് സെൻറ്റേർഡ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആവാം. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മളിപ്പോൾ യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ ഓരോന്നും റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ആ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഒന്നുകിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആവാൻ സോളിഡിൽ കാണാം, അല്ലെങ്കിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിൽ സോളിഡ്സിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകളാവും കാണാം. സോ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഒരു സോളിഡിലുള്ള യൂണിറ്റ് സെല്ല് പ്രിമിറ്റീവ് ആണെങ്കിൽ, നമ്മളൊരു സോളിഡ് എടുത്തു, അതിന് സിമ്പിളസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് നമ്മൾ എടുത്തു, അത് പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആണ് ആവണമെന്നുണ്ടെങ്കിൽ ഹിയർ ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദി കോർണേഴ്സ്. ആ യൂണിറ്റ് സെൽ എടുത്താൽ അതിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അവൻ്റെ കോർണറിൽ മാത്രമേ കാണാൻ പാടുള്ളൂ.
അങ്ങനെയാണെങ്കിൽ ആ യൂണിറ്റ് സെല്ലിനെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്. നമ്മളൊരു സോളിഡ് എടുത്തു, എന്നിട്ട് അതിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ യൂണിറ്റ് സെല്ല് നമ്മൾ എടുത്തു നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് ആ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമേ എന്തുള്ളൂ, പാർട്ടിക്കിൾസ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. നെക്സ്റ്റ്, സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്. ഹിയർ ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് അതർ പൊസിഷൻ ഓഫ് ദി യൂണിറ്റ് സെല്ല്. നമ്മളൊരു യൂണിറ്റ് സെല്ല് എടുത്തു, ആ യൂണിറ്റ് സെല്ല് എടുത്തിട്ട് അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എവിടേക്കാണ് നോക്കിയ സമയത്ത് ഇതിൻ്റെ എവിടേക്കുണ്ട്, ആ ഒരു കോർണറിലുണ്ട്, പിന്നെ അതർ പോർഷനിലുണ്ടെങ്കിൽ അത് സെൻറ്റേർഡാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയാം. ഈ യൂണിറ്റ് സെൽ എന്താണ്, ഇതിന് കോർണറിൽ മാത്രമേ ഉള്ളൂ. പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലാണ് ഈ കാണിച്ചിട്ടുള്ളത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ കോർണറിൽ മാത്രം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, അതിന് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആയി കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു യൂണിറ്റ് സെല്ല് എടുത്താൽ, ഈ യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ മേലേക്കൊക്കെ ഇനിയും സോളിഡുകൾ ഉണ്ട്, ഇതിന് ഈ സൈഡിലേക്കും സോളിഡുകളുണ്ട്, ഇതിന് ഈ സൈഡിലേക്കും സോളിഡുകളുണ്ട്. അങ്ങനെ കുറേ യൂണിറ്റ് സെല്ല് ചേർത്തിട്ടാണ് ഒരു വലിയ ക്രിസ്റ്റലായി മാറുന്നത്. നമ്മൾ ഒറ്റ യൂണിറ്റ് സെല്ല് എടുത്ത് ഡീപ്പായിട്ട് പറയാണ്. സോ ഇങ്ങനെ ഒരു സോളിഡ് എടുത്തു, നമുക്ക് ആ സോളിഡ് കിട്ടിയപ്പോൾ അത് പ്രിമിറ്റീവ് ആണ്. അതിൻ്റെ കോർണറിൽ മാത്രമേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. സോ അവരുടെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ അവൻ്റെ പാർട്ടിക്കിൾസ് ഈ ഒരു രീതിയിലാണ് അവരുടെ പാർട്ടിക്കിൾസ് കാണപ്പെടുക. അവൻ ആ ഒരു യൂണിറ്റ് സെല്ലിൽ എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ളത്, ഒറ്റ യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് എങ്ങനെ ഉണ്ടാവുക, അതാ ഇത്ര ഒരു പോർഷനാണ് ആ ഒരു ഏരിയയിൽ ഉണ്ടാവുക. അതിൻ്റെ 3D അറേഞ്ച്മെൻറ്റ് ഇല്ലേ, ഒരു യൂണിറ്റ് സെല്ലിനകത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ അടുത്തൊരു യൂണിറ്റ് സെല്ല് ഇവിടെ ഇരിക്കും, അടുത്തൊരു യൂണിറ്റ് സെല്ല് ഇതിൻ്റെ മേലേക്ക് ഉണ്ടാവും, അടുത്തൊരു യൂണിറ്റ് സെല്ല് അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ടാവും, ഇങ്ങനെ ഈ സൈഡിലേക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ക്രിസ്റ്റലായിട്ട് അത് മാറുന്നത്. ഓക്കെ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇനിയും അത് ക്ലിയർ ആയി വരും. അടുത്തത് നമുക്ക് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലാണ് പറഞ്ഞത്. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ആ യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എല്ലാ കോർണറിലും ഉണ്ടാവും. പിന്നെയോ അതർ പോർഷൻ, ഇപ്പോൾ ഈ സെൻറ്ററിലോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഫേസുകളിലോ ഒക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കാണും. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കോർണറിന് പുറമെ അതർ പൊസിഷനിലും കൂടെ വന്നാൽ അതെന്താണ്, സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് കോർണറിലും ഒക്കെ പാർട്ടിക്കിൾ ഉണ്ട്. ആ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ, അതിൻ്റെ പുറമെ അവിടെ സെൻറ്ററിലും ഉണ്ട്. സോ അവൻ്റെ ഡയഗ്രാണ്, ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിലായിരിക്കും. നോക്കിയേ, ഒരു വലിയൊരു മോളിക്യൂൾ അതിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്, ബാക്കി ഓരോ കോർണറിലും ഓരോ പോർഷൻ. ഇതിൻ്റെ ഈ ഒരു മോളിക്യൂളിൻ്റെ പകുതി അവിടെ കാണിക്കണുള്ളൂ. ഇതിൻ്റെ പകുതി പോർഷൻ അവിടെ, അത് അടുത്ത യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക. കാരണം ഇതിൻ്റെ മേലേക്ക് യൂണിറ്റ് സെല്ല് ഉണ്ടല്ലോ. അപ്പോൾ ആ കോർണറിൻ്റെ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കി പോർഷൻ അതിൻ്റെ മേലുള്ള യൂണിറ്റ് സെല്ലിലാണ് ഉണ്ടാവുക. നോക്കുക, അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ. നമ്മളിപ്പോൾ 2 തരത്തിലാണ് യൂണിറ്റ് സെല്ലുകൾ ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് പ്രിമിറ്റീവ് ആണ്, അത് സെൻറ്റേർഡ് ആണെന്ന് പറഞ്ഞു. ഈ സെൻറ്റേർഡ് ആണെങ്കിൽ തന്നെ അത് 3 തരത്തിൽ കാണപ്പെടാം. ഏതൊക്കെയാണൊന്ന്, അത് ബോഡി സെൻറ്റേർഡ് ആവാം, അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ആവാം, അല്ലെങ്കിൽ എൻഡ് സെൻറ്റേർഡ് ആവാം. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു യൂണിറ്റ് സെല്ല് എടുത്താൽ ഒന്നുകിൽ അത് പ്രിമിറ്റീവ് ആവും, അല്ലെങ്കിൽ സെൻറ്റേർഡ് ആവാം. സെൻറ്റേർഡിൽ തന്നെ ബോഡി സെൻറ്റേർഡോ ഫേസ് സെൻറ്റേർഡോ എൻഡ് സെൻറ്റേർഡോ ആവാം. അപ്പോൾ നോക്കുക, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ ഹിയർ ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി ബോഡി സെൻറ്റർ ആൻഡ് അറ്റ് ദി കോർണേഴ്സ്. ഈ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ബോഡിയുടെ സെൻറ്ററിലോ അതേപോലെ അതിൻ്റെ കോർണറിലും ആവുകയാണെങ്കിൽ അത് ബോഡി സെൻറ്റേർഡാണ്. നമ്മളൊരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് നോക്കുന്ന സമയത്ത് അവൻ എന്തുണ്ട്, കോർണറിലൊക്കെ പാർട്ടിക്കിൾ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ആ ബോഡിയുടെ സെൻറ്ററിൽ എന്തുണ്ട്, പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ബോഡി സെൻറ്റേർഡ് ആണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മളിവിടെ കാണിച്ചത് ഇതാ ഈ ഡയഗ്രാം ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത്. നോക്കിയേ, ബോഡി സെൻറ്ററിൽ ഇരിക്കണില്ലേ, കോർണറിലുണ്ട്, ഒരു ബോഡിൻ്റെ ഉള്ളിലുണ്ട്. സോ അതിന് 3 ഡയമെൻഷനിൽ നോക്കിയ കോർണറിലൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ബോഡിൻ്റെ ഉള്ളിൽ ഒരാൾ. സോ അതിന് കട്ട് ചെയ്ത പോർഷൻ കണ്ട, ഇങ്ങനെയാണ് ഒറിജിനലി. ഇതാണ് അതിൻ്റെ ശരിക്കും ഇമേജ്, 3 ഡയമെൻഷണൽ ഇമേജ്. ഇതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ യൂണിറ്റ് സെല്ല് ചേർന്നിട്ടല്ലേ വളരെ സോളിഡ് ആവണത്. സോ ഈ ഇതിൻ്റെ പകുതി പോർഷൻ, ഒരു കോർണറിൻ്റെ ഇത്രയും പോർഷൻ അവിടെ ഉണ്ടാവുക, അടുത്തതിൻ്റെ പോർഷൻ, ഇതിൻ്റെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത യൂണിറ്റ് സെല്ല് ഉണ്ടാവും, ഇതിൻ്റെ ബാക്കി അടുത്ത യൂണിറ്റ് സെല്ല് ഉണ്ടാവും, ഇതിൻ്റെ ബാക്കി അടുത്ത യൂണിറ്റ് സെല്ല് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊരു എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട്. സോ ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്. ഫേസ് സെൻറ്റേർഡ് നോക്കാം. ഫേസ് സെൻറ്റേർഡിൻ്റെ ചിത്രം അവിടെ കൊടുത്തുള്ളൂ. ഫേസ് സെൻറ്റേർഡ് എന്താണ്, എല്ലാ കോർണറിലും ഉണ്ടാവും. പിന്നെയോ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ്. ഒരു ക്യൂബിക് എടുത്താൽ, ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിന് എത്ര ഫേസസ് ഉണ്ട്, 6 ഫേസസ് ഉണ്ടാവും. എല്ലാ ഫേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾ ഉണ്ടാവും, കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവുമെങ്കിൽ ആ യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലാണ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് എല്ലാ കോർണറിലും ഉണ്ട്, ഫേസിലുണ്ട്. അത് 3 ഡയമെൻഷനിൽ വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരും. നോക്കിയേ, അത് കട്ട് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഇമേജ് ആണിത്. നോക്കുക, ഇതാണ് ഒരു യൂണിറ്റ് സെല്ല്. നോക്കുക, അതിൻ്റെ എല്ലാ കോർണറിലും എന്തുണ്ട്, യൂണിറ്റ് സെല്ലിൻ്റെ പോർഷൻ, അത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. പുറമെ എന്തുണ്ട്, ഒരു ഫേസിലുണ്ട്.
അല്ലേ? ഫേസിൽ ശരിക്കും ഒരു ഫേസിൽ ഇരിക്കണ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് 2 യൂണിറ്റ് സെൽ, അതൊരു യൂണിറ്റ് സെല്ലാണ്, ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ യൂണിറ്റ് സെല്ലിന് അതിൻ്റെ ഒരു പകുതി പോർഷൻ കിട്ടും. അതാണ് ഇവിടെ പകുതി പകുതി കാണിച്ചിട്ടുള്ളത്. രണ്ടാമത് യൂണിറ്റ് സെല്ലിന് അതിൻ്റെ ഒരു പകുതി കിട്ടും. സോ അതിൻ്റെ പകുതി അതിൻ്റെ അപ്പുറത്തെ യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവും. അപ്പോൾ ഒറ്റ യൂണിറ്റ് സെല്ലിൻ്റെ കേസ് നമ്മളോട് പറയുന്നത്. ആ ഒറ്റ യൂണിറ്റ് സെല്ലിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഈ രീതിയിലാണ് വരിക. നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് പാർട്ടികളാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അതൊന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആവുമ്പോൾ 3 തരത്തിൽ എന്തുണ്ട് യൂണിറ്റ് സെൽ ഉണ്ട്. ഒന്ന് ബോഡി സെൻറ്റേർഡ് ആണ്, ഫേസ് സെൻറ്റേർഡ് ആണ്, എൻഡ് സെൻറ്റേർഡ് ആണ്. അത് എവിടേക്കാണ് പാർട്ടിക്കിൾസ് ഇരിക്കുക എന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ പറഞ്ഞു ബോഡി സെൻറ്റേർഡിൽ ഒന്നും എവിടേക്കാണ് ഉണ്ടാവുക. ബോഡി സെൻറ്റേർഡിൽ അതിന് സെൻറ്ററിലുണ്ടാവും, കോർണറിലുണ്ടാവും. ഫേസ് സെൻറ്ററിൽ എല്ലാ ഫേസിലും ഉണ്ടാവും, കോർണറിലുണ്ടാവും. പിന്നെയോ എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡിൽ എന്താ പ്രത്യേകത? അതിൻ്റെ കോർണറിലുണ്ടാവും എനി 2 ഓപ്പോസിറ്റ് ഫേസസ്. ഏതെങ്കിലും 2 ഫേസസിലും ഉണ്ടാവും, കോർണറിലുണ്ടാവും. അങ്ങനത്തെ യൂണിറ്റ് സെല്ലാണെങ്കിൽ അത് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലാണ്. ഈ ഡെഫിനിഷൻ ഇതേപോലെ കാണാതെ പഠിക്കുകയും ചെയ്യുക. ഈ ഒരു ഡയഗ്രം വരക്കാം. ഈ ഒരു ഡയഗ്രം കാണാതെ വരക്കാനും പഠിക്കുക. ഇത് മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതി. ഇത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ക്ലാസിഫിക്കേഷനാണ്. യൂണിറ്റ് സെല്ലിൻ്റെ ഡിവിഷനാണ് പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ അല്ല, ഡിവിഷനാണ് പറഞ്ഞത്. എത്രയൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? യൂണിറ്റ് സെല്ലിനെ 2 ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രിമിറ്റീവ്, സെൻറ്റേർഡ്. ഈ സെൻറ്റേർഡിൽ തന്നെ 3 ഉണ്ട്. ഒന്ന് ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്, എൻഡ് സെൻറ്റേർഡ് ഉണ്ട്. സോ ഈ കാര്യങ്ങളും അതിൻ്റെ ഡെഫിനിഷൻസും ആ ഡയഗ്രം പഠിച്ചു വെക്കുക. ഇതിന് നെക്സ്റ്റ് പോർഷനിൽ ഡീപ്പ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മൊത്തമായിട്ട് നമ്മൾ പഠിക്കും. സോ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. നമ്മൾ യൂണിറ്റ് സെല്ലിൻ്റെ കേസൊക്കെ പറഞ്ഞു. ഞാൻ ഈ യൂണിറ്റ് സെല്ലിൻ്റെ എല്ലാ തരം യൂണിറ്റ് സെല്ലുകളിലൂടെ കാണിച്ചു തന്നതാണ്. നമ്മളൊരു സോളിഡ് എടുത്തിട്ട് അതിൻ്റെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എടുത്തു. അതിന് നമ്മൾ യൂണിറ്റ് സെല്ല് എന്ന് പറയാം. ആ യൂണിറ്റ് സെല്ല് എടുത്ത് നോക്കിയാൽ ഒന്നുകിൽ അതിൽ ക്യൂബിക്കാവും, ടെട്രഗണലാവും, അല്ലെങ്കിൽ ഓർത്തോ ഇതിൽ ഏതെങ്കിലും ഒന്നാവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്യൂബ് കുറേ കൂടി ചേർന്നാൽ അതൊരു ക്യൂബുള്ള ക്രിസ്റ്റൽ സിസ്റ്റമായി മാറാം. ടെട്രാഹെഡ്രൽ കുറേ ആയിട്ടുണ്ടെങ്കിൽ അത് ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള ഒരു ക്യൂബിക് സിസ്റ്റം ആവാം. ഓർത്തോറോംബിക് യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചു വലുതാക്കി 3 ഡയമെൻഷനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടാം? ഒരു ഓർത്തോറോംബിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം കിട്ടാം. സോ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? 7 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം പഠിക്കാണ്ടതാ. ഇത് 7 ആൾക്കാരില്ലേ, 7 ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലാണ് നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. സോ ഇവന്മാർ ഈ 7 ആൾക്കാർ കൂടി ചേർന്നാൽ 7 തരത്തിലുള്ള ക്രിസ്റ്റൽ സിസ്റ്റംസ് കിട്ടും. സോ 7 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം, അതിൻ്റെ വേരിയേഷൻസ് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണിത്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പഠിക്കാനുള്ളത് ക്യൂബായിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം. ഒന്നാമത് ക്യൂബായിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം. ഈ ക്യൂബായിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റത്തിന് ഒന്നുകിൽ അത് പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആവാം, അല്ലെങ്കിൽ ബോഡി സെൻ്റർ ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആവാം, അല്ലെങ്കിൽ ഫേസ് സെൻ്റർ ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആവാം. പോസിബിൾ വേരിയേഷൻസ്. ഒരു ക്യൂബിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം, ഒരു ക്യൂബിക് ആയിട്ടൊരു യൂണിറ്റ് സെല്ലിന് ഏതൊക്കെ വേരിയേഷൻസ് വരാം എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്നുകിൽ പ്രിമിറ്റീവ് ആകുമ്പോൾ പ്രത്യേകത എന്താ? പ്രിമിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ കോർണറിൽ മാത്രം പാർട്ടിക്കിൾസ് ഉണ്ടാവാം. ബോഡി സെൻറ്റേർഡ് ആവാം, അതായത് കോർണറിലുണ്ടാവും, അതിൻ്റെ ബോഡി സെൻറ്ററിലുണ്ടാവും. അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ്, ഫേസിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ യൂണിറ്റ് സെല്ലുകളാവാം. വേരിയേഷൻസ്, ഏതൊക്കെ വേരിയേഷൻസ് പോസിബിൾ ആവും എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ക്യൂബ് ആകുമ്പോൾ അതിന് പ്രിമിറ്റീവോ ബോഡി സെല്ലിനോട് ഏതോ ആവാം. ഇനി ആ ക്യൂബ് ആകുമ്പോൾ പ്രത്യേകത എന്താണ്? അതിൽ എഡ്ജ് ലെങ്ത്ത് A=B=C ആണ്. അതായത് ഈ എഡ്ജ് ലെങ്ത്തുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ A എന്ന് പറഞ്ഞ ലെങ്ത്ത്, B എന്ന് പറഞ്ഞ ലെങ്ത്ത്, C എന്ന് പറഞ്ഞ ലെങ്ത്ത്, അത് ക്യൂബിക് ആണെങ്കിൽ Aയും Bയും Cയും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ അതാണ് ക്യൂബിക്കിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നോക്കിയാൽ ഇതതിൻ്റെ A എന്ന് പറഞ്ഞ ലെങ്ത്താണ്, ഇതതിൻ്റെ B എന്ന് പറഞ്ഞ ലെങ്ത്താണ്. എയും ബിയും എന്താണ്? സെയിം ആണ്. സി എന്ന് പറഞ്ഞ ലെങ്ത്, ആ എല്ലാ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ തന്നെ അവൻ്റെ ആംഗിൾസ്, ഇവിടെ അതിൻ്റെ ആംഗിളുകൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ അഡ്ജ് ലെങ്ത് കിടക്കിടയിലുള്ള ആംഗിളുകളാണ്. ആ ആംഗിളുകളൊക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അവൻ്റെ എക്സാമ്പിളുകൾ ഈ ഒരു രീതിയിൽ വരാം. NaClൻ്റെ ക്രിസ്റ്റൽ വരാം, സിങ്കിൻ്റെ ക്രിസ്റ്റൽ വരാം, സിങ്ക് ബ്ലെൻഡിൻ്റെ ക്രിസ്റ്റൽ വരാം, കോപ്പറിൻ്റെ ക്രിസ്റ്റൽ വരാം. ഈ ക്രിസ്റ്റലുകളൊക്കെ തന്നെ ഏതിലാണ് കാണിക്കുക? ക്യൂബിക് ആയിരിക്കും. അതിന് യൂണിറ്റ് സെല്ല് എടുത്താൽ അതൊരു ക്യൂബിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകളാണ് കിട്ടുക. അടുത്ത അതേപോലെ തന്നെ നമ്മൾ പഠിക്കുക ടെട്രാഗണൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ വേരിയേഷൻസ്? പ്രിമിറ്റീവോ ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകളാവാം. എന്താണ് പ്രത്യേകത? A=B, അതായത് എയും ബിയും, അതിൻ്റെ എയും ബിയും എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്തുകൾ ഈക്വൽ ആണ്. പക്ഷെ എന്തല്ല ഈക്വൽ അല്ല? സി എന്ന് പറഞ്ഞാൽ അതിനേക്കായി വലുപ്പം കൂടും. അതുകൊണ്ട് എയും ബിയും ഈക്വൽ ആണ്, സി എന്ന് പറയുന്നത് ഈക്വൽ അല്ല. അപ്പോൾ A=B =C എന്ന് പഠിക്കുക. അവൻ്റെ ആംഗിളുകൾ എന്തായിരിക്കും? എല്ലാ ആംഗിളുകളും എന്താണ്? 90 ഡിഗ്രിയാണ് ഉണ്ടാവുക. എക്സാമ്പിൾ പഠിക്കുക. നെക്സ്റ്റ് ഓർത്തോറോംബിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ ഓർത്തോറോംബിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന് പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൽ, ഇത്രയും യൂണിറ്റ് സെല്ലുകളൊക്കെ ആവാം. ഇതിൽ ഏതെങ്കിലും ആവാം.
ഒന്നുകിൽ പ്രിമിറ്റീവ് ആവും അല്ലെങ്കിൽ ബോഡി സെൻ്റ് ആണോ, ഏതും ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പോസിബിൾ വേരിയേഷൻ ആണ് പറയുന്നത്. ഒരു സോളിഡ് എടുത്ത് ചെയ്യുന്നെങ്കിൽ നമ്മൾക്ക് എന്താ ഒന്നുകിൽ പ്രിമിറ്റീവ് ആയിട്ടായിരിക്കും, ഓർത്തോറോംബിക് ആയിട്ടുള്ള സോളിഡ് ആണ്, അപ്പോൾ ഒന്നുകിൽ ഫേസ് സെൻ്റേഡ് ആയിട്ടുള്ള യൂണിറ്റ് സെൽ ആയിരിക്കും ഉണ്ടാവുക. അത് അതിൻ്റെ ഡിപ്പെൻസ് ആണ്. അതിന് നമ്മൾക്ക് പഠിക്കേണ്ടത് ഈ എഡ്ജ് ലെങ്ത്, അതിൻ്റെ വേരിയേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടിയും അതിന് എക്സാമിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അപ്പോൾ ഈ ഒരു ഓർത്തോറോംബിക്കിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇതിലുള്ള ഈ എ ലെങ്ത്തും ബി ലെങ്ത്തും സി ലെങ്ത്തും നോക്കിയാൽ വളരെ ഡിഫറൻസ് അല്ലേ? സോ എയും ബി ഒന്നും ഈക്വൽ അല്ല. പക്ഷെ എന്താണ്, ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ ആംഗിളുകളൊക്കെ 90 ഡിഗ്രിയാണ്. അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഹെക്സാഗണലാണുള്ളത്. ഹെക്സാഗണൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ല് മാത്രമേ പോസിബിൾ ഉള്ളൂ. അവൻ്റെ ലെങ്ത്തുകൾ നോക്കിയേ എയും ബിയും എന്താണ്, ഈക്വൽ ആണ്. സി എന്ന് പറയുന്നത് ഈക്വൽ അല്ല. സോ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അതിൻ്റെ ആംഗിളുകൾ എന്ന് പറയുന്നത് ആൽഫ അതേപോലെ ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആവാം. പക്ഷേ ഈ ഗാമ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് യൂണിറ്റ് സെല്ല് നോക്കി ഇതാണ് ഇതിന് 3 ഡയമെൻഷണൽ ഒറിജിനലി ഉള്ള യൂണിറ്റ് സെല്ലൊക്കെയാണ് പറയുന്നത്. പല സോളിഡ് എടുത്താൽ ശരിക്കും അത് എക്സാഗണൽ ടൈപ്പ് ഓഫ് സോളിഡ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഈ ചെറിയ യൂണിറ്റ് ഏത് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിരിക്കും? എക്സാഗണൽ ഷേപ്പ് ആയിരിക്കും. സോ അതിൻ്റെ ആംഗിളുകൾ എങ്ങനെയായിരിക്കും? ഈ രീതിയിലായിരിക്കും ആംഗിളുകൾ. എക്സാമ്പിൾ പഠിക്കുക, ഗ്രാഫൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ട് നോക്കിയാൽ അത് ഹെക്സാഗണൽ യൂണിറ്റ് സെല്ലാണ് കിട്ടുക. നെക്സ്റ്റ് റോംബോ ഹെഡറലായിട്ടുള്ള ഒരു യൂണിറ്റ് സെൽ എടുത്തു. അത് പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലായിട്ട് എന്ത് ചെയ്യാം? അവന് പ്രിമിറ്റീവ് ആണ് അവന് കാണപ്പെടുള്ളൂ. പ്രിമിറ്റീവ് ആയിട്ട് മാത്രമേ യൂണിറ്റ് സെൽ അവന് കാണപ്പെടുള്ളൂ. ഫേസ് സെൻ്റേഡോ ബോഡി സെൻ്റേഡോ എഡ്ജ് സെൻ്റേഡോ ഒന്നും എന്തില്ല, ആ ഒരു യൂണിറ്റ് സെല്ല് കാണിക്കൂല. എഡ്ജ് ലെങ്ത് നോക്കിയേ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. അത് എയും ബിയും സിയും ഒക്കെ എന്താ ലെങ്ത്തുകൾ സെയിം ആയിരിക്കും. പക്ഷേ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവില്ല. നോക്കി ഒക്കത്തിനും ചെരിവുകളില്ലേ? സോ അതൊരിക്കലും 90 ഡിഗ്രി ആവില്ല. എക്സാമ്പിൾ പഠിക്കാം. നെക്സ്റ്റ് പഠിക്കാനുള്ളത് മോണോക്ലിനിക്. അതേപോലെ തന്നെ എന്താണ്, ലെങ്ത്ത് എയും ബിയും ഈക്വൽ ഒന്നും എന്തല്ല, ഈക്വൽ അല്ല. ആൽഫയും ഗാമയും എന്താണ് 90 ഡിഗ്രിയാണ്. ബീറ്റ നോട്ട് 90 ഡിഗ്രി അല്ല. എക്സാമ്പിൾ പഠിക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ ട്രൈ ക്ലിനിക്ക്. അതിന് പ്രിമിറ്റീവ് മാത്രമേ പോസിബിൾ ഉള്ളൂ. ഇതിലെ പ്രിമിറ്റീവിൻ്റെ എയും ബിയും സിയും എന്നും ഒന്നല്ല, ഈക്വൽ അല്ല. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന 90 ഡിഗ്രിയുമല്ല. എക്സാമ്പിൾ പഠിക്കുക. ഇതിൻ്റെ ഒന്നിൻ്റെയും നിങ്ങൾ ചിത്രം വരക്കാൻ പഠിക്കണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക, പേര്, ഏതൊക്കെ പോസിബിൾ വേരിയേഷൻസ് ഉണ്ട്, എഡ്ജ് ലെങ്ത് എങ്ങനെയാവും, ആൽഫ ബീറ്റ ഗാമ എങ്ങനെയാവും, എക്സാമ്പിൾ ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഒന്നിൻ്റെ ഡയഗ്രാംസ് വരക്കാൻ പഠിക്കണമെന്നില്ല. ഇനിയിപ്പോൾ പഠിച്ചാലും കുഴപ്പമില്ല. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാതും പഠിച്ചെടുക്കുക. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഈ ഡയഗ്രാം ഒന്ന് വരച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ആ നോട്ട് ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. സോ ഇതാണ് ക്രിസ്റ്റൽ സിസ്റ്റം. ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് എൻട്രൻസിനും ബോർഡിനും ചോദിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാമിനും എൻട്രൻസിനും കുറേ ചാകര ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചാകരാന്ന് തന്നെ പറയാം, അത്രയും ക്വസ്റ്റ്യൻസ് ഇതിന്ന് വരും. കാരണം ഇതിന്ന് കൊടുക്കാൻ എക്സാമ്പിൾ ചോദിച്ചിട്ട് ഏത് ക്യൂബിക് സെല്ലിലാന്ന് ചോദിക്കാം, ടെട്രാഹൈഡ്രലിൻ്റെ എഡ്ജ് ലെങ്ത് എങ്ങനെയാണ്, ആക്സിയൽ ആംഗിൾ എങ്ങനെയാണ്, പല തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. സോ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി പഠിക്കുക, ഓർത്ത് വെച്ച് പഠിക്കുക. അടുത്തതായി പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ യൂണിറ്റ് സെല്ലിലേക്ക് എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്ന് എണ്ണ. നമ്മളിപ്പോൾ വലിയൊരു സോളിഡ് എടുത്തു, അതിൽ എത്ര കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഉണ്ട് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിൽ എത്ര കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഉണ്ട് നോക്കിയാൽ മതി. സോ ഞാൻ പറയാണ്, കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനാണ് സെഡ് എന്ന് പറയുക. നമ്പർ ഓഫ് യൂണിറ്റ് സെല്ലിൽ ആ ഒരു ആറ്റംസിനെ നമ്മൾ സെഡ് എന്ന് പറയുക. സെഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ, ഒരു യൂണിറ്റ് സെല്ലിലുള്ള എത്ര ആറ്റം, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതാണ് സെഡ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ല്, അത് എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് നോക്കണം. അതേപോലെ തന്നെ ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ല്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ല് നമ്മൾ പറഞ്ഞ ഷോർട്ട് ഫോമാണ് BCC. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ പേരാണ് സിമ്പിൾ ക്യൂബിക്. ഫേസ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെൽ, അതായത് ഫേസ് സെൻറ്റേർഡ് ആയിട്ടുള്ള ക്യൂബിക് യൂണിറ്റ് സെൽ, ഒരു ക്യൂബായിട്ടുള്ള ഒരു ഫേസ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലിന് നമ്മൾ FCC എന്നാണ് പറയുക. BCC എന്ന് പറഞ്ഞാൽ ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ള ക്യൂബിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ല്. സോ അവൻ്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടിക്കിൾസ് നോക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് പ്രിമിറ്റീവ് ക്യൂബിക്, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രിമിറ്റീവ് ക്യൂബിക്കിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ചിത്രം വരച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ 6 കോർണറിൽ ഓരോന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതും ഇതിൽ 8 പാർട്ടിക്കിൾ ഉണ്ട് എന്ന്. അത് തെറ്റിപ്പോവും. അങ്ങനെയല്ല. നമ്മളൊരു യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സോളിഡിൻ്റെ ഉള്ളിലുള്ള ഒരാളാണ് യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഇതെന്ന് പറഞ്ഞതാ ഇവന് ഒറ്റ യൂണിറ്റ് സെല്ലാണ്, പക്ഷേ ഇവൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലില്ല. ഇവൻ്റെ അപ്പുറത്തും മേലക്കും അടിയിൽക്കൊക്കെ വേറെയും യൂണിറ്റ് സെല്ലുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു യൂണിറ്റ് സെല്ല് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരു പാർട്ടിക്കിളിൻ്റെ സൈഡിൽ തന്നെ 8 യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാവും.
അതായത് ഒരു കോർണർ 8 പേരാണ് ഷെയർ ചെയ്യുക, 8 യൂണിറ്റ്സിലാണ് ഷെയർ ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, ഇവനക്ക് ഇതാണ് ഈ കോർണർ കണ്ടോ, ഒരു കട്ട് ചെയ്ത പോലെയല്ലേ കിട്ടിയിട്ടുള്ളത്. ഇവനക്ക് 8 ആൾ ഷെയർ ചെയ്തിരുന്ന ഒരു ഷെയറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കോർണറിൽ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ എന്താണുള്ളത്, 1/8 ഷെയറേ ഉള്ളൂ. 1/8 ഷെയറാണ് ഒരു യൂണിറ്റ് സെല്ലിനുള്ളൂ. ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലിന് അവിടെ 8 ആൾക്കാർ എടുത്തിരുന്ന ഒരു വിഹിതമാണ് ഒരു പാർട്ടിക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ പാർട്ടികൾ മുഴുവൻ ഒരു സോളിഡ് ഒരു കോർണറിൽ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടൂല. കാരണം എന്താ, ഇതിൻ്റെ ഇപ്പുറത്തൊരു യൂണിറ്റ് സെല്ല് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് യൂണിറ്റ് സെല്ലുണ്ട്, അതിൻ്റെ ഈ ഭാഗത്തേക്ക് യൂണിറ്റ് സെല്ലുണ്ട്, ഇവിടേക്ക് യൂണിറ്റ് സെല്ലുണ്ട്. ഇതേപോലെ അതിൻ്റെ ഡബിള്, അതായത് 8 യൂണിറ്റ് സെല്ല് ഒരു കോർണർ ഷെയർ ചെയ്യും. അപ്പോൾ ഒരു കോർണറിൽ ഒരാൾക്ക് എത്ര കിട്ടുക, 1/8 കിട്ടുള്ളൂ അല്ലേ. ഒന്നിനെ നമ്മൾ 8 ഭാഗമാക്കി മുറിച്ചിട്ട് അതിൽ ഒരു ഭാഗമാണ് ആർക്ക് കിട്ടുള്ളൂ, ഒരു കോർണറിന് കിട്ടുള്ളൂ. അങ്ങനെ എത്ര കോർണർ ഉണ്ട്, 1 2 3 4 5 6 7 8 കോർണർ ഉണ്ട്. സോ അങ്ങനെ ഇൻറ്റു 8, ഓരോ കോർണറിലും 1/8 ഷെയർ കിട്ടും. സോ 1/8 × 8 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ Z = 1. Z എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലുള്ള ടോട്ടൽ എന്തുണ്ട്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ആറ്റത്തിൻ്റെ എണ്ണം. അപ്പോൾ ഓരോ കോർണറിൽ നിന്നും 1/8 ഷെയറാണ് ഒരു കോർണറിന് കിട്ടുക. അങ്ങനെ 8 കോർണർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിച്ചേർത്താൽ എഫക്റ്റീവ്ലി ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു ആറ്റം ഉള്ളൂ, ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉള്ളൂ എന്ന് പറയാം. അതേപോലെ നമുക്ക് അടുത്തതിനെ നോക്കാം. ബോഡി സെൻറ്ററിൻ്റെ കേസ് ഒന്ന് നോക്കാം. ബോഡി സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താ, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ അല്ലെങ്കിൽ BCC യൂണിറ്റ് സെല്ലിൽ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എല്ലാ കോർണറിലും എന്തുണ്ടാവും, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടാവും. പിന്നെ സെൻറ്ററിൽ ഒരൊറ്റ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ വരിക നോക്കി, ഇതിന് സെൻറ്ററിൽ ഒറ്റ പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ മുഴുവനുണ്ട്, പിന്നെ ബാക്കി കോർണറിലുണ്ട്. അപ്പോൾ അതിൻ്റെ Z എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, ഓരോ കോർണറിലും ആ ഒരു പാർട്ടിക്കിളിന് 1/8 ഷെയറാണ് കിട്ടുക. ആ യൂണിറ്റ് സെല്ലിന് ഒരു കോർണറിന് 1/8 ഷെയറാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ 1/8 ഷെയർ ഓരോ കോർണറിന് കിട്ടും. അങ്ങനെ 8 കോർണർ ഉണ്ട്, പ്ലസ് ഒരു പാർട്ടിക്കിൾ എന്തുണ്ട്, ഉള്ളിലുണ്ട്. അപ്പോൾ 1/8 × 8 എന്ന് പറഞ്ഞാൽ 1, 1 + 1. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ളിലൊരു പാർട്ടിക്കിൾ മുഴുവനായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 1 ഉണ്ട്. ഓരോ കോർണറിനും എന്തുണ്ട്, 1/8 ഷെയറും കിട്ടുന്നുണ്ട്. അതിന് 8 കോർണർ ഉണ്ട്. അപ്പോൾ 8 കോർണറിൽ നിന്നായിട്ട് ഒരു പാർട്ടിക്കിളും കിട്ടും, അതിനുള്ളിൽ നിന്നൊരു പാർട്ടിക്കിളുമായി ടോട്ടൽ 2 പാർട്ടിക്കിൾ. അപ്പോൾ അതിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് എണ്ണാൻ പറ്റൂലേ, എല്ലാ കോർണറിനും കൂടെ ഒരു പാർട്ടിക്കിൾ, ഇതിനുള്ളിൽ പാർട്ടിക്കിൾ. പക്ഷേ ബോഡി സെൻറ്റേർഡ് BCCൻ്റെ Z വാല്യൂ 2 ആണെന്ന് പഠിക്കാം. നോക്കാം FCC, ഫേസ് സെൻറ്റേർഡ് എങ്ങനെയായിരിക്കും. FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല്. നോക്കുക, എല്ലാ കോർണറിലും ഉണ്ടാവും, പിന്നെയോ എല്ലാ ഫേസസിലും ഉണ്ടാവും. എല്ലാ കോർണറിലും 8 കോർണറാണുള്ളത്, 6 ഫേസസ് ആണ് ഒരു ക്യൂബിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവും. നമ്മൾ എണ്ണി നോക്കുക, നമ്മൾ ക്യൂബ് എടുത്തിട്ട് ആ ക്യൂബ് എണ്ണി നോക്കുക, 6 ഫേസസും ഉണ്ടാവും, 8 കോർണർ ഉണ്ടാവും. അവരെ ഷെയറിങ് എങ്ങനെയായിരിക്കും, കോർണറിന് നമുക്കറിയാം 1/8 ഷെയറാണ് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുക. പക്ഷേ ഫേസിന്ന് പകുതി കിട്ടും അല്ലേ, 6 ഫേസസിലുണ്ട്. അപ്പോൾ എന്താ, ഒരു പകുതി ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫേസിനും പകുതി കിട്ടുന്നുണ്ട്, ആ ഒരു ഫേസിനും പകുതി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 1/8 ഷെയർ 8 കോർണറിൽ നിന്ന് കിട്ടുന്നുണ്ട്, പ്ലസ് 1/2 പകുതി ഷെയർ 6 ഫേസ് ഒന്നും കിട്ടുന്നുണ്ട്. സോ 1/8 × 8 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയും, പ്ലസ് 1/8 × 6 എന്ന് പറഞ്ഞാൽ എത്രയായി, 3. അപ്പോൾ ഈ ഫേസുകളിൽ നിന്നായിട്ട് 3 പാർട്ടികൾ അവിടെ ആ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടും. കോർണറിൽ നിന്നും കൂടെ ആയിട്ട് ഒരു പാർട്ടികൾ കിട്ടും. അങ്ങനെ ടോട്ടൽ 4 പാർട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിൻ്റെ അതിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ അതിലൊരു പാർട്ടികൾ ഉണ്ട്. രണ്ടാമത് ബോഡി സെൻറ്റേർഡിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ ബോഡി സെൻറ്ററിൽ 2 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 2 ആറ്റംസ് ആണ് ഉണ്ടാവുക. മൂന്നാമത് ഫേസ് സെൻറ്റേർഡിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അതിൽ ആ 4 എന്ന് പറയുന്നത് അതിൽ 4 പാർട്ടിക്കിൾ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 4 ആറ്റംസ് ആണ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കേസാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3D ബേസിക് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഓരോന്നിൻ്റെയും Z വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സെക്ഷൻസ് കംപ്ലീറ്റ് ആക്കി. ഈ ഒരു 3 ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 3 സെക്ഷനിൽ നിന്നായിട്ട് 2 പ്രോബ്ലംസും, അടുത്ത 2 സെക്ഷൻ 2 പ്രോബ്ലംസ്, 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അടുത്ത 2 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഇത്രയും ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഒരു സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. അതിൽ ഇംപെർഫെക്ഷൻ ഓഫ് സോളിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ഏരിയ കൃത്യമായിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ കൃത്യമായി
കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഇത് ഫുള്ള് ക്ലിയർ ആയാൽ ഇത് നെക്സ്റ്റ് ടോപ്പിക്ക് വളരെ സിമ്പിളായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഇംപെർഫെക്ഷനിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ ഇതിൻ്റെ പ്രോപ്പർട്ടികളും പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു 3 ടോപ്പിക്കിലും നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഇൻ ദി സെക്ഷൻ ഓവർ. താങ്ക് യു.